ശൈലജ ടീച്ചർ പിണറായി വിജയൻ ഒരു ഭീഷണിയാണ് എന്നത് ഇപ്പോഴല്ലല്ലോ, മുമ്പേ നമുക്കറിയാം. PR വർക്ക് കൊണ്ടാണെങ്കിലും ശൈലജ ടീച്ചർ എന്തോ വലിയ വർക്ക് ഇവിടെ നിപ്പയുടെയും അതുപോലെ കോവിഡിന്റെ ഒക്കെ കാലത്ത് ചെയ്തു എന്നാണല്ലോ പൊതുവെ പറയുക. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കാനോ ഇരുന്നാൽ തന്നെ ഒരു വാക്കും മിണ്ടാനോ പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല. സാധാരണ ഒരു മന്ത്രി, വകുപ്പ് മന്ത്രി ഇരിക്കുമ്പോൾ അവരാണ് പറയുക. മുഖ്യമന്ത്രി എല്ലാ പത്രസമ്മേളനവും പറയണമെന്നില്ല. പക്ഷെ കോവിഡ് കാലത്തൊക്കെ ഒരു വാക്ക് ശൈലജ ടീച്ചറെ കൊണ്ട് പറയിച്ചിട്ടില്ല. അതിന് കാരണം വളരെ വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രണ്ടാം തര ലീഡർഷിപ്പ് ഒരിക്കലും ശക്തരായ നേതാക്കൾ അനുവദിക്കില്ല. അത് തനിയെ ഉണ്ടായി വരണം. ആദ്യത്തെ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. തനിക്ക് ശേഷം പ്രളയം എന്നതാണ് പൊതു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രീതി. ഇവിടെ സംഭവിച്ചത് ശൈലജ ടീച്ചർ പോപ്പുലറായി വരികയും അങ്ങനെ അവർ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ, അദ്ദേഹത്തിന് ധർമ്മടത്ത് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും വലിയ കഴിവുള്ള മന്ത്രിയാണ് അവർ എന്നാണല്ലോ പ്രചരണം. അയാളെ അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാ പിന്നത്തെ മന്ത്രിസഭയിൽ എടുക്കാതിരുന്നത്? കഴിവുള്ള മന്ത്രി വേണ്ടെന്നായിരുന്നോ പിണറായി വിജയന്? കാരണം വളരെ വ്യക്തമാണ്. ആ മന്ത്രിസഭയിൽ അവരുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായങ്ങൾക്ക് ചിലപ്പോൾ മൂല്യം കിട്ടിയേക്കാം. അതുകൊണ്ട് ശൈലജ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഇല്ലാതാക്കുകയല്ല, രാഷ്ട്രീയമായി ഇല്ലാതാക്കുക. നമ്മൾ ഓർക്കുക, വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കും. എന്തൊക്കെയാണ് പ്രചരണം? അവിടെ വലിയ തോതിൽ ജയിക്കും, അപ്പടി ജയിക്കും, ഇപ്പടി ജയിക്കുന്നതാണ്. അവിടെ മുരളീധരൻ മാറി ഷാഫി വരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ മുരളീധരനും ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ രാഷ്ട്രീയമായി CPM എതിരായിരുന്നു കാലാവസ്ഥ. പക്ഷേ ഷാഫി വരുന്നു, ഷാഫി വലിയ ഓളം സൃഷ്ടിക്കുന്നു. ശൈലജ ടീച്ചർ മാന്യമായി തോൽക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ സകല കലാപരിപാടികളും അവിടെ ഇറക്കിയിട്ടും ഒന്നും സംഭവിച്ചില്ല. 1,00,000-ൽ കൂടുതൽ, 1,10,000 12,000 വോട്ടിന് ശൈലജ ടീച്ചർ തോൽക്കുകയാണ്. അതോടുകൂടി സ്വാഭാവികമായും ശൈലജ ടീച്ചറുടെ വലിയ ബഹളമൊക്കെ അവസാനിച്ചു. കാരണം കേരളത്തിൽ അത്ര സ്വീകാര്യത അവർക്കില്ല എന്ന് പിണറായി വിജയൻ പാർട്ടിക്കാരെയും കേരളത്തിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി. തീർന്നില്ല. 2026 വരുന്നു. ഒരുപാട് പേർക്ക് ഇളവ് കൊടുക്കുന്നു. രണ്ടാമത് മത്സരിച്ചവർക്ക് മൂന്നാമത് മത്സരിച്ചവർക്ക് നാലാമത്. അതിനു മുമ്പ് ഐസക്കിനെയും ബാലനെയും അതുപോലെയുള്ള ആളുകളെയും ഒഴിവാക്കാൻ കണ്ട ഒരു ന്യായവും 2026 കണ്ടില്ല. നിലപാട് മാറ്റി. എല്ലാവരെയും അനുവദിച്ചു. എല്ലാ മന്ത്രിമാരെ അനുവദിച്ചു, നേതാക്കന്മാരെ അനുവദിച്ചു. അതുകൊണ്ട് എന്താ പറഞ്ഞ്, MLA-മാർ മത്സരിച്ചാൽ ആന്റി ഇൻകംബൻസി കുറയും. പക്ഷെ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ വന്നപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. എന്താ? ശൈലജ ടീച്ചർ മട്ടന്നൂർ മത്സരിക്കണ്ട. എവിടെ മത്സരിക്കാം? അവിടെ സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയി മത്സരിച്ചോളാൻ പറഞ്ഞു. സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശൈലജ ജയിക്കില്ല എന്നുള്ളത് ഏതാണ്ട് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാം മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ 3000 വോട്ടിനാണ് സണ്ണി ജോസഫ് ജയിച്ചത് എന്നത് വേറൊരു കാര്യം. കഴിഞ്ഞ തവണ അതിശക്തമായ ഇടത് അനുകൂല വികാരമുണ്ടായിരുന്നു. അന്ന് ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭാഗം LDFനെ സപ്പോർട്ട് ചെയ്തിരുന്നു. മലയോര കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഈ അന്നത്തെ ഗവൺമെന്റിനെതിരായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവിടെ ഒരു കാലത്തും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ശൈലജ ടീച്ചറെ നിർത്തി ഇല്ലാത്ത പത്രാസ് അടിച്ചു. എന്താ? ശൈലജ ടീച്ചറെ തിരിച്ചു പിടിക്കും, അവിടെ ആകെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ഒന്നും ഉണ്ടായില്ല. വളരെ നന്നായി തന്നെ തോറ്റു. കഴിഞ്ഞ അവിടത്തേക്കാളൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് അവിടെ ജയിക്കുന്നു. അതോടുകൂടി ശൈലജ ടീച്ചറുടെ ഏതാണ്ട് പരിപാടി പരിപ്പിളക്കി. ഇനി ഒന്നും ചെയ്യാനില്ല. എവിടെ നിന്നാലും തോൽക്കും. മട്ടന്നൂർ തന്നെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. അപ്പോ പിന്നെപ്പം ന്യായം പറയാലോ, അവിടെ തോറ്റത് ഇടതുവരുന്ന വികാരമുള്ളത് കൊണ്ടാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പോ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏക നേതാവിൽ ഫോക്കസ് ചെയ്തതാണ് എന്ന് CPM-കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും നമ്മൾ മനസ്സിലാക്കുന്നത്, താഴെത്തട്ടുള്ള കമ്മിറ്റികളൊക്കെ
ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന പടം വെച്ച് പോസ്റ്റർ അടിച്ചത് പാർട്ടിക്കാരെ തന്നെ വല്ലാതെ വിമിഷ്ടപ്പെടുത്തി. എന്താ കാര്യം? ഈ പാർട്ടിയിൽ ഒരാളേ ഉള്ളൂ, അത് കഴിഞ്ഞില്ലേ? കോൺഗ്രസിൽ 3-4 പേർ മുഖ്യമന്ത്രിയാവാനുണ്ട് എന്നുള്ളത് എന്തോ കുഴപ്പം മാറി. ഇവിടെ ജയിച്ചാൽ എന്തായാലും ഇയാൾ ഒരാളേ ഉള്ളൂ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്തോ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ മൂർദ്ധഭാവമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. രാജ്യം മുഴുവൻ ബോർഡ് വെച്ചു. ആ ബോർഡിൽ നോക്കിയ ജനങ്ങൾ കാർക്കി തുപ്പിയത്. കാരണം പൊക്കം വളരെ കൂടുതലായതുകൊണ്ട് നേരിട്ട് തുപ്പാൻ പറ്റിയില്ല, നിലത്ത് തുപ്പി. അതല്ലേ ഇലക്ഷൻ റിസൾട്ട് വന്നത്. കണ്ണൂരടക്കം പാർട്ടിയുടെ കോട്ടകളിൽ തകർന്ന് അടിഞ്ഞ് പാർട്ടി പോയത് എങ്ങനെയാണ്? പയ്യന്നൂരും തളിപ്പറമ്പും അതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ ജയിച്ചെങ്കിൽ പോലും വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങൾ, ഇതിലൊക്കെ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോ ഇതിന് കാരണം എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇപ്പോഴും ശൈലജ ടീച്ചറെ ഒരു ഡിസ്റ്റൻസ് അകലെ നിർത്തിയേക്കുക. ശരിക്കും ഇത് കഴിയുമ്പോൾ വളരെ നന്നായി ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. തോറ്റു. പിണറായി വിജയൻ പറയുന്നു ഞാൻ രാജിവെക്കുകയാണ്, എൻ്റെ സീറ്റിൽ ശൈലജ ടീച്ചർ മത്സരിക്കട്ടെ, അവർ വന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് പറയാമായിരുന്നു. വേണമെങ്കിൽ പാർട്ടി കഷ്ടിച്ച് രക്ഷപ്പെടുമായിരുന്നു. ഒരു കറക്ഷനെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതില്ല, ഒരു കറക്ഷനും പാർട്ടി തയ്യാറല്ല. പിണറായി വിജയൻ ഒരു തെറ്റും പറ്റിയിട്ടില്ല. പിന്നെ തെറ്റ് പറ്റിയത് ജനങ്ങൾക്കാണ്. ഇപ്പൊ പറയുന്നു ശ്യാമള മത്സരിച്ചത് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് ഗോവിന്ദൻ വേണ്ടാന്ന് പറഞ്ഞാന്ന്. ഇപ്പൊ ഏതാണ്ട് കേട്ടാത്തൊന്ന്. ഞാനതൊന്നും വേണ്ടാന്ന് പറഞ്ഞതാ. എനിക്ക് ഓർമ്മ വരേണ്ടത് മുമ്പ് കോൺഗ്രസിൽ മുരളി പത്മജിയൊക്കെ സ്ഥാനാർത്ഥിയാവുന്നത് കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് എന്നാണ് ഒരിക്കൽ പിന്നെ പറഞ്ഞത്. ഞാൻ പോയ നേരത്തെ ആന്റണി അങ്ങോട്ട് പറ്റിച്ചു. ഗോവിന്ദൻ പറഞ്ഞിട്ടാൽ ഏതാണ്ട് അങ്ങനെ തോന്നുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഗോവിന്ദനെ പറ്റിച്ചു. ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയാവണം എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വേറെ ആരുമായ ശരിയാവില്ല. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു വേണ്ട, എന്റെ ഭാര്യ നിൽക്കണ്ട. ശ്യാമളയും പറഞ്ഞു എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. പക്ഷേ സമ്മതിച്ചില്ല എന്നല്ലേ ഇപ്പൊ റിപ്പോർട്ട് വന്നേക്കണേ. തലയ്ക്ക് വെളിവുള്ളവർ വിശ്വസിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ പോലും ശൈലജ ടീച്ചർ എന്നൊരു ഓൾട്ടർനേറ്റീവ് പാർട്ടിയുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറെ ഒരു കാലത്തും കൊണ്ടുവരില്ല. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രായമാവും, അവർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയും, അവർ പോവും. അല്ലെങ്കിൽ ഇവരുടെ പോലെ എത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ, പോവും. പാർട്ടിക്ക് 2ാം സ്ഥാനത്ത് ഒരാൾ ഇല്ല എന്ന് ഉറപ്പാക്കുന്ന 1ാം സ്ഥാനക്കാരന്റെ രീതിയാണത്. ആ രീതി ഈ പാർട്ടിയെ തകർക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല.